ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ മലയാളമാണ്, കേരള പാഠാവലി. അപ്പോൾ മലയാളത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 1 ഉള്ളിലുയിർക്കും മഴവില്ല് എന്ന യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററായ അമ്മ എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്. അമ്മ എന്ന പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ, പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മലയാളം മാത്രമല്ല, കേരള പാഠാവലിയുടെ മാത്രമല്ല, എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ. നമുക്ക് നോക്കാം അമ്മ. അപ്പോൾ അമ്മ എന്ന ചാപ്റ്റർ ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾക്ക് റീഡിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ റീഡിംഗ് ഒന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അത് ചെയ്തതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അമ്മ എന്ന ചാപ്റ്ററിലെ ചോദ്യോത്തരങ്ങൾ. ആദ്യ ചോദ്യം വരുന്നത്, 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അമ്മേ അമ്മേ എന്ന് എത്ര തവണ വിളിച്ചിരുന്നു? അന്ന് അവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരുന്നില്ല. അന്ന് താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു. പണ്ടൊരിക്കൽ താൻ തലവേദനിച്ച് കിടന്നപ്പോൾ 10 വയസ്സായ മകൻ അവൻ്റെ ചെറിയ കൈത്തലം തൻ്റെ നെറ്റിമേൽ വെച്ച് ചോദിച്ചു, അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനും എത്ര വേഗത്തിൽ മറ്റൊരാളായി തീർന്നിരിക്കുന്നു. അവനെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി. കണ്ടാൽ തനിക്ക് തിരിച്ചറിയുമോ? കഥയിലെ ഈ മുഹൂർത്തങ്ങൾ വർത്തമാനകാല സമൂഹം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത്? ചർച്ച ചെയ്യുക. അപ്പം രണ്ടും രണ്ട് സിറ്റുവേഷനാണ് അല്ലേ. ചെറുതാവുന്ന സമയത്ത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹമാണ് കാണുന്നത്. പക്ഷെ വലുതായി കഴിയുമ്പോൾ അതേ അമ്മമാരെ ഉപേക്ഷിച്ചു പോകുന്ന മക്കളെയും. അപ്പോൾ ഉത്തരം ഇതാണ്. വിദ്യാഭ്യാസം കൊണ്ടും ഔന്നത്യം കൊണ്ടും വളരെ പുരോഗതി പ്രാപിച്ച സമൂഹമാണ് നമ്മുടേത്. അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് കടന്നു വന്ന സമൂഹത്തിന്റെ മാറ്റങ്ങളാണ് ഇതെല്ലാം. വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലും നഷ്ടപ്പെടുന്ന സ്നേഹവും തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പറക്കുന്ന മക്കൾ നൽകുന്ന പരിഗണന ഇല്ലായ്മയും നഷ്ടപ്പെടുന്ന സ്നേഹത്തിന്റെ തീവ്രതയെ അടയാളപ്പെടുത്തുന്നുണ്ട്. അമ്മമാർ മാത്രം അനുഭവിക്കുന്ന വേദനകളെ മാധവിക്കുട്ടി തൻ്റെ അമ്മ കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. നഷ്ടമാകുന്ന സ്നേഹം തേടുന്ന കഥകളാണ് മാധവിക്കുട്ടിയുടേത്. പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത സ്നേഹമാണ് അമ്മമാരുടേത്. തൻ്റെ മക്കൾ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചാലും കൂട്ടായി ഇല്ലെങ്കിലും മക്കളെ കുറ്റം പറയാൻ അമ്മയുടെ സ്നേഹം അനുവദിക്കില്ല എന്ന സത്യം കൂടി അവതരിപ്പിക്കുകയാണ് മാധവിക്കുട്ടി. വർത്തമാനകാല സമൂഹം ഇന്ന് നിരന്തരം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഒറ്റപ്പെടലും വാർദ്ധക്യത്തിലെ ഏകാന്തതയും. എല്ലാ കാലത്തും സ്നേഹത്തിനും പരിഗണനയ്ക്കും ഒരേ മൂല്യമാണ്. അടുത്ത ചോദ്യം, എൻ്റെ അമ്മയല്ല, പാൽക്കാരൻ പറഞ്ഞു. എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കുകയില്ല. ഇവരെ ഞാൻ ഇന്ന് ആദ്യം കാണുകയാണ്. പാൽക്കാരൻ ബോലാറാമിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിയുന്ന മനോഭാവം വിശകലനം ചെയ്യുക. അപ്പം അങ്ങനെ അയാൾ പറയാനുള്ള കാരണം നോക്കാം. നന്മ പറ്റാത്ത ചിലതെങ്കിലും നമ്മുടെ ലോകത്ത് പ്രകൃതി അവശേഷിപ്പിച്ചിട്ടുണ്ടാകും എന്ന് പറയും പോലെയാണ് ബോലേറാം. ഭൂമിയിലെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഉറവ പറ്റാത്ത മനുഷ്യർക്ക് ഉദാഹരണമാകുകയാണ് ബോലേറാം. തൻ്റെ അമ്മയായിരുന്നു എങ്കിൽ ഈ പ്രായത്തിൽ താൻ ഇങ്ങനെ വിടുകയില്ലായിരുന്നു എന്ന് പറയുന്നതിൽ അവശേഷിക്കുന്ന സ്നേഹവും പരിഗണനയുമാണ് നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും വേണ്ടത്. ഇനി വരുന്ന തലമുറയ്ക്ക് പകരേണ്ടതും ഈ ആശയമാണ് എന്ന് എഴുത്തുകാരി ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹം ഒരു അതിജീവനമാണ്. അതിജീവനത്തിന്റെ മാർഗമാണ് സ്നേഹം. അടുത്ത ചോദ്യം, കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ മണ്ണിൽ നിന്ന് പിടിവിടുവിച്ച് മേൽപോട്ട് ഉയരുന്നത് പോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കഥയുടെ ഭാവതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത്? കഥയിൽ നിന്ന് ഇതുപോലെയുള്ള മറ്റു പ്രയോഗങ്ങൾ കണ്ടെത്തി വിശദീകരിക്കുക. ഉത്തരം, ഇത്തരം സന്ദർഭങ്ങൾ കഥയുടെ ഭാവതലത്തെയും കഥാപാത്രത്തിന്റെ ശക്തിയെയും വ്യക്തമാക്കുന്നു. കഥാപാത്രത്തിന്റെ ജീവിതാവസ്ഥയും കഥാപാത്രം അനുഭവിക്കുന്ന മാനസികാവസ്ഥയും വ്യക്തമാക്കാൻ കഴിയുന്ന വരികളാണ് ഇവ. തൻ്റെ വളർച്ചയെത്തിയ മക്കൾ തന്നിൽ നിന്നും സ്വന്തം കാര്യം നോക്കി പറന്നകന്നിരിക്കുന്നു. കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ പിടിവിട്ട് ആകാശത്തേക്ക് ഉയരും പോലെയാണ് മക്കളുടെ വളർച്ച. വളർന്നു പാകമായവർ ഒടുവിൽ അകന്നു പോകുമ്പോൾ തൻ്റെ ജീവൻ കൊടുത്തു വളർത്തിയ മക്കൾ അമ്മയെ തനിച്ചാക്കി പോകുന്നു എന്നതാണ്
അടുത്ത ചോദ്യം, അമ്മയെ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. അതൊന്നും വേണ്ട മകനെ, വൃദ്ധ പറഞ്ഞു. വെറുതെ കുട്ടികൾ പേടിക്കും. വേദന മാറി ഞാൻ തന്നെ പൊയ്ക്കൊള്ളാം. അമ്മയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ സംഭാഷണത്തിൽ തെളിയുന്നത്, കണ്ടെത്തൂ. അപ്പോൾ ഇതിൽ മക്കളെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള കരുതൽ, മക്കളോടുള്ള വാത്സല്യം. ഓക്കെ, കഥയിലെ സന്ദർഭങ്ങളും സംഭാഷണങ്ങളും വിശകലനം ചെയ്യുന്ന അമ്മ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അമ്മ എന്ന കഥാപാത്രത്തിന്റെ കഥാപാത്ര നിരൂപണമാണ്. അമ്മയുടെ നല്ല കാലം എല്ലാം അമ്മ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ജീവിതത്തിൽ എത്രയോ അഴുക്കുതുണികൾ കഴുകി കഴിഞ്ഞിരിക്കുന്നു, എത്രയോ വിഭവങ്ങൾ വെച്ച് വിളമ്പി കഴിഞ്ഞിരിക്കുന്നു. ഒടുവിൽ താൻ മാത്രം ബാക്കിയായി. തൻ്റെ ഏകാന്തതയിൽ പങ്കുചേരാനും തൻ്റെ വേദനകളിൽ തനിക്ക് സാമീപ്യമാകുന്നതിനും തൻ്റെ മക്കൾ അടുത്തു വേണമെന്നും അമ്മ ആഗ്രഹിക്കുന്നു. എന്നാൽ മക്കൾ തന്നെ വിട്ട് അവരുടെ ഉയർച്ചയിലേക്ക് പറന്നു പോയിരിക്കുന്നു. മക്കളെ കുറ്റം പറയാതിരിക്കാൻ, മനസ്സുകൊണ്ട് പോലും കുറ്റപ്പെടുത്താതിരിക്കാൻ അമ്മ ശ്രമിക്കുന്നുണ്ട്. തൻ്റെ വേദനകളിൽ കൈത്തലം അമർത്തി അമ്മയ്ക്ക് വേദനിക്കുന്നോ എന്ന് ചോദിച്ച് കൊച്ചുബാല്യത്തിൻ്റെ നിഷ്കളങ്കമായ സമയത്തിൽ തന്നെ അമ്മയുടെ മനസ്സ് ചുറ്റിത്തിരിയുന്നു. തൻ്റെ മക്കൾ എത്ര വലുതായാലും അമ്മയ്ക്ക് മക്കൾ എന്നും കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കും. അപ്പം അമ്മയുടെ ഒരു കഥാപാത്ര നിരൂപണമാണ്. അവർ വളരെ സെൻസിറ്റീവായിട്ടല്ലേ. അടുത്തത്, ആ കാഴ്ച കണ്ട് അവർ പകച്ചു നിന്നുപോയി. ആ കാഴ്ച കണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. പോയി എന്ന പദം 2 വാക്യ സന്ദർഭത്തിലും ഒരേ അർത്ഥത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത്? അല്ല. എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആദ്യത്തെ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു എക്സാമ്പിൾ ആണ്. അയാൾ അവിടെ നിന്ന് പോയി. ഇത് രണ്ടാണ് അല്ലേ. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്നാണ് ആദ്യത്തേത് അർത്ഥമാക്കുന്നത്. അയാൾ അവിടെ നിന്ന് പോയി എന്നാൽ ചലിക്കാൻ കഴിയാത്ത വിധം നിന്നു എന്നാണ് അർത്ഥം. ചലിക്കാൻ കഴിയാത്ത വിധം സ്തബ്ധനായി നിന്നുപോയി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ പോയി എന്നുള്ളതിൽ അങ്ങനത്തെ ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. എല്ലാ കമൻസിനും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ സബ്ജക്റ്റിന് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേരള പാഠാവലി മാത്രമല്ല, എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഉത്തരങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.